ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ ലാഹോറിൽ 3 വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന തരത്തിൽ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഫോടനങ്ങൾ പാക് സർക്കാരും പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണമാണ് എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ തന്നെ തുടങ്ങിവെച്ച ഈ കൈവിട്ട കളിയിൽ ഒടുവിൽ പാകിസ്ഥാന് തന്നെ കാര്യങ്ങൾ കൈവിടുകയാണ് എന്ന വാർത്തകൾ അനുദിനം മുന്നോട്ട് വരികയാണ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ മിന്നലാക്രമണത്തിൽ പകച്ചിരിക്കുന്ന പാകിസ്ഥാന് നേരിടേണ്ടി വന്ന ഇരട്ട പ്രഹരം ആണ് ഇപ്പോൾ ലാഹോറിലെ ആളില്ല ആക്രമണം. ഇന്ത്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് പാക് സർക്കാർ നടത്തുമ്പോൾ, സൈന്യത്തോട് സജ്ജരാവാൻ സർക്കാർ നിർദ്ദേശിക്കുമ്പോൾ ഇന്ത്യ തുടർന്നു വരുന്ന കനത്ത ജാഗ്രത ഇരട്ടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയാവട്ടെ എല്ലാ ഒരുക്കങ്ങളും നടത്തി തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യയുടെ ആക്രമണത്തിന് പകരമായി ജമ്മുവിലെയും പൂഞ്ചിലെയും സാധാരണക്കാരുടെ വീടുകൾക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. തങ്ങൾക്ക് നേരിട്ട ആക്രമണത്തിന്റെ ജാള്യതയിൽ നിന്നും മുഖം തിരിക്കാൻ വ്യാജ വാർത്തകളുടെ അകമ്പടിയോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുകയുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി CNN ചാനലിന് ഒരു അഭിമുഖം നൽകുകയാണ്. ഇതിൽ അവതാരക ചോദിക്കുന്നുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ 5 റഫേൽ യുദ്ധവിമാനങ്ങൾ നിങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നതെന്ന്. ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് നൽകുന്നൊരു ഉത്തരമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നിരുത്തരവാദപരമായ മറുപടി. ഇത്തരത്തിൽ ഒരു ധാരണയുമില്ലാത്ത ഒരു നേതൃത്വമായി പാകിസ്ഥാൻ മാറുമ്പോൾ യുദ്ധവെറിയനായ ഒരു സൈനിക തലവന് കീഴിൽ പാകിസ്ഥാൻ എന്ത് പ്രത്യാക്രമണത്തിനാണ് തയ്യാറെടുക്കുക എന്നത് കണ്ടറിയുക തന്നെ വേണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ കരുത്തിനും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും പാകിസ്ഥാൻ അടിപതറേണ്ടി വരുമെന്ന്. ലോകരാജ്യങ്ങളിലും വേദികളിലും ഇന്ത്യ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ പാകിസ്ഥാന് തങ്ങളുടെ നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ പതറുന്നതും നമ്മൾ കാണുകയാണ്. ഇന്ത്യയാവട്ടെ ശക്തമായ തെളിവുകൾ ലോകത്തിന് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും ലോകത്ത് പുതിയ കാലത്ത് യുദ്ധങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് റഷ്യയും ഉക്രൈനും, മറ്റൊരു ഭാഗത്ത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഫലസ്തീന് നേരെയും, ചൈന തരം കിട്ടിയാൽ തായ്വാന് നേരെയും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികൾ യുദ്ധത്തിനായി തയ്യാറെടുക്കുകയോ രാജ്യങ്ങളെ അസ്ഥിരമാക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്. അതിനെല്ലാം ഇടയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ് കൂടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി താങ്ങുവാനുള്ള കരുത്ത് നമ്മുടെ ലോകത്തിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഈ 2 രാജ്യങ്ങളും ആണവശക്തികളാണ് എന്നത് ഓർക്കുകയും വേണം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണവശക്തികളായി കൈവരിക്കപ്പെട്ട ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കൂടിയാവാം ഈ ഒരു അവസ്ഥാവിശേഷണം എന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധവെറി എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയും കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തും ഇന്ത്യയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താൻ പാകിസ്ഥാൻ തയ്യാറായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പാകിസ്ഥാൻ്റെ മുൻപിലുള്ള ഏക പോംവഴി. അതല്ലാത്തിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോവേണ്ടി വന്നാൽ അതൊരു ഒരു യുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.